ഇത്തരത്തിലുള്ള മുഅ്മിനീങ്ങളെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മരിക്കുമ്പോഴും സമാധാനത്തോടു കൂടി മരിക്കും. അവർ മരണപ്പെടുന്ന ആ ഏറ്റവും ഭീതിതമായ അവസ്ഥയിൽ പോലും ഒരു വിഷമവും അലട്ടാതെ അവർ മരിക്കും എന്നവരെ കുറിച്ച് പറഞ്ഞു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവർ, ഈമാൻ അടിയുറച്ചവർ. സുമ്മ ഇസ്തഖാമു, പിന്നെ മരണം വരെ അതിൽ ചായാതെ ചെരിയാതെ അടിയുറച്ചവർ, സ്ഥൈര്യത്തോടെ നിലകൊണ്ടവർ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്കുമേൽ മലക്കുകൾ ഇറങ്ങും മരണസമയത്ത്. എന്നിട്ട് എന്താ പറയുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ദുനിയാവിൽ ഇട്ടേച്ച് പോകുന്നതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ആഖിറത്തിൽ നേരിടുന്നതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന് ദുനിയാവിൽ ഏറ്റവും പ്രയാസം കനക്കുന്ന സാഹചര്യമാണ് മരിക്കുന്ന സമയം, റൂഹ് പിടിക്കാൻ വരുന്ന സമയം അല്ലേ? അതുപോലെ പ്രയാസം, ആ സക്കറാത്തിൻ്റെ ഹാലിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുമോ? മരണവേദനയേക്കാൾ കടുത്ത രോഗമുണ്ടോ? പറയുന്നു. ആ സമയത്ത് ഭീതിതമായ ദുനിയാവിനോട് ഞാൻ വിട പറയുകയാണ്, എൻ്റെ ആയുസ്സത എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു, കഴിഞ്ഞു, എൻ്റെ അവധി തീർന്നു എന്ന് ബോധ്യപ്പെടുന്ന നമ്മുടെ അവസാന സമയം, ആ പ്രയാസം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സങ്കല്പിച്ചു നോക്കി. ആ പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിലുള്ള ഈമാനിലും ഇസ്തിഖാമത്തിലുമായി അതുവരെ അടിയുറച്ചവർക്ക് സമാധാനമാണ്. മലക്കുകൾ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു, വിഷമിക്കണ്ട. ദുനിയാവിൽ മക്കളുണ്ട്, കുടുംബമുണ്ട്, ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ പറക്കമുറ്റാത്ത മക്കളെ ഉപേക്ഷിച്ചായിരിക്കും നമ്മൾ മരണപ്പെടുന്ന അവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ ചിലപ്പോൾ നമുക്ക് യാത്ര പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല ബാധ്യതകളും ചിലപ്പോൾ നമുക്ക് ബാക്കിയാക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സമയത്താണ് മലക്കുകൾ എന്ന് പറയേണ്ടത്, ലാ തഹ്സനു, ദുഃഖിക്കണ്ട, ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട. വലാ തഖാഫു, ഭയപ്പെടണ്ട. വഅബ്ശിറൂ വഅബ്ശിറൂ, മറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. എന്താണ് സന്തോഷിക്കാനുള്ള വകുപ്പ്? വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഞങ്ങളാണ് നിങ്ങളുടെ ഉറ്റമിത്രങ്ങളും നിങ്ങൾക്ക് രക്ഷാധികാരികളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചവർ. ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, ഇവിടെ ആഗ്രഹിച്ച പലതും നേടാതെ പല നഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? പരിധി പറഞ്ഞിട്ടില്ല. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ, കൊതിച്ചതും പൂതിവെച്ചതും സ്വപ്നം കണ്ടതും അഭിലഷിച്ചതും എന്തൊക്കെയുണ്ടോ അതൊക്കെയുണ്ട് അവിടെ. വലക്കും ഫീഹാ മാ തദ്ഉൻ, അതിനപ്പുറത്ത് നിങ്ങൾ അധികമായി ആവശ്യപ്പെടുന്നതും എന്തുമുണ്ട് അവിടെ. ആശ്വാസവും സന്തോഷവാർത്തയും മലക്കുകൾ അറിയിക്കുകയാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, റഹീമായ കാരുണ്യവാനായ കാരുണ്യക്കടലായ അങ്ങേയറ്റം പൊറുക്കുന്ന ഗഫൂറായ റബ്ബിൻ്റെ സൽക്കാരമാണ് അവിടെ. അവൻ്റെ ആതിഥേയത്വമാണ് അവിടെ. അവിടെ ഏറ്റവും വലിയ സുഖം അവനെ നേർക്ക് നേരെ നിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നീ കണ്ടാസ്വദിക്കുക എന്നത്. അതിനേക്കാൾ വലിയ സുഖം സ്വർഗത്തിലില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങൾ, അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇവിടെ എന്തു നഷ്ടപ്പെട്ടാലും, ഇവിടെ എത്ര പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ നമ്മൾ വെന്തുരകിയാലും, നമ്മുടെ പ്രതീക്ഷ റബ്ബിലുള്ള അവലംബമാണ്. അവൻ ആഗ്രഹിക്കുന്ന നൽകുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഇതല്ലാതെ ആത്യന്തികമായ ഒരാളുടെ വിഷമത്തിലും പ്രയാസങ്ങളിലും പരിഹാരമേതുന്ന ചികിത്സ മറ്റെന്താണ് സഹോദരങ്ങൾ? ഈ വിശ്വാസമല്ലാതെ, ഈ ഉറച്ച ബോധ്യമല്ലാതെ, അള്ളാഹുവിലുള്ള തവക്കുലല്ലാതെ, അവനുള്ള പ്രതീക്ഷയല്ലാതെ, പരലോകത്തെ സ്വർഗത്തെക്കുറിച്ചുള്ള മോഹവും സ്വപ്നവും അല്ലാതെ, അള്ളാഹു അത്തരക്കാരെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.